സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയല്ല എന്ന നിഗമനത്തിൽ പോലീസ്. മരണകാരണം ആന്തരിക രക്തസ്രാവമാണ്. പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കും. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യയല്ല എന്ന് പറയുന്നു. ആന്തരിക രക്തസ്രാവം എങ്ങനെയുണ്ടായി എന്നുള്ള കാര്യത്തിലൊക്കെ പോലീസിന് വ്യക്തതയുണ്ടോ, അതോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കുമോ കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ വരിക? സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും അതിനോടൊപ്പം തന്നെ പ്രാഥമികമായി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ ഈ മരണം അസ്വാഭാവികതയില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ആത്മഹത്യയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുള്ളൊരു മരണമോ ആണെന്ന് പോലീസ് ഈ ഘട്ടത്തിൽ ഇതിനെ അനുമാനിക്കുന്നില്ല. പകരം സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമുണ്ടായ രോഗമായിരിക്കാം എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ 3 സാധ്യതകളാണ് പ്രധാനമായും പോലീസ് തേടുന്നത്. ഒന്ന്, അദ്ദേഹം നിലത്ത് തലയടിച്ച് വീണിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് അത്തരത്തിലൊരു അപകടം ഉണ്ടായി, ആ അപകടം ദീർഘനേരം അങ്ങനെ കിടന്ന് രക്തസ്രാവം ഉണ്ടായ മരണം സംഭവിച്ചതാകാമെന്ന് പോലീസ് കണക്കുകൂട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സാരമായ രീതിയിൽ, ഗുരുതരമായ രീതിയിൽ കരൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ കരൾ പ്രശ്നങ്ങൾ മൂലമുണ്ടായ രക്തസ്രാവം അത് ഹെമറേജിലേക്കോ മറ്റേതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ച് അങ്ങനെ അത് ഒരു ആന്തരിക രക്തസ്രാവത്തിലേക്ക് നയിച്ചതാണോ എന്ന സംശയം കൂടി പോലീസിനുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് 2-ലധികം മദ്യക്കുപ്പികൾ കണ്ടെത്തിയിരുന്നു. ഇദ്ദേഹം മദ്യപിച്ചിരുന്നു. ഈ മരണം സംഭവിച്ച ദിവസം അദ്ദേഹം മദ്യപിച്ചിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ ഇതിനോടൊപ്പം തന്നെ പ്രത്യേക പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ കൂടി ഫലം വരേണ്ടതായിട്ടുണ്ട്. ഈ 2 ഫലങ്ങളും വന്നതിന് ശേഷം മാത്രമാണ് കൃത്യമായ മരണകാരണം എന്താണെന്ന് വ്യക്തമായ ഒരു തീർച്ചയായിട്ടും ഗോപാൽ, കൃത്യമായ മരണകാരണം എന്താണെന്ന് വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. ഒപ്പം തന്നെ ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം കൂടി വന്ന ശേഷമായിരിക്കും മരണകാരണം കൃത്യമായി പറയാൻ കഴിയുക. എന്നാൽ ആത്മഹത്യയല്ല എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു. വിവരങ്ങളാണ് ഗോപാൽ ശിലാസനൽ നൽകിയത്.